പത്തനംതിട്ടയിൽ ഒരു ഓട വലിയ രാഷ്ട്രീയ ചർച്ചയാവുകയാണ്. മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവിന്റെ കെട്ടിടത്തിന് മുന്നിൽ ഓട റോഡിലേക്ക് ഇറക്കി നിർമ്മിച്ചു എന്ന ആരോപണം നിഷേധിക്കുകയാണ് CPM ജില്ലാ സെക്രട്ടറി തന്നെ. ഭൂമി കയ്യേറിയത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് നിൽക്കുന്ന സ്ഥലം പുറമ്പോക്കിലാണ്. സ്ഥലം അളക്കാൻ കളക്ടറോട് ആവശ്യപ്പെടുമെന്ന് KP ഉദയഭാനു പറയുന്നു. സ്റ്റേഡിയത്തിന് മുന്നിൽ വീണ ജോർജിൻ്റെ ഹസ്ബൻഡ് സ്ഥലം വാങ്ങിച്ചത് വീണ MLA ആവുന്നതിന് മുമ്പ് തന്നെ നേരത്തെ വാങ്ങിച്ച സ്ഥലമാണ്. വാസ്തവത്തിൽ അവിടെ കയ്യേറിയിരിക്കുന്നത് കോൺഗ്രസ്സാണ്, പിന്നെ മണ്ഡലം കമ്മിറ്റി ഓഫീസാണ്. വീണ ജോർജിൻ്റെ ബിൽഡിങ്ങിന് ഏതാണ്ട് 100 മീറ്റർ കഴിഞ്ഞിട്ടാണ് കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റി ഓഫീസ്. റവന്യൂവിൻ്റെ രേഖയനുസരിച്ച് 23 മീറ്റർ വീതിയുള്ള അവിടെ റോഡിന്, പക്ഷേ ഇപ്പോഴൊരു 15-16 മീറ്റർ മാത്രമേ ഉള്ളൂ. അവിടെ ഏതാണ്ട് 7 മീറ്ററോളം റോഡ് കയ്യേറിയിരിക്കുന്നത് കോൺഗ്രസ്സാണ്. അതേസമയം റോഡ് നിർമ്മാണത്തിലെ അനധികൃത ഇടപെടൽ ആരോപിച്ചുകൊണ്ട് കൊടുമണിയിൽ UDF ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടരുകയാണ്. CK അഭിലാലാണ് വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ ചേരുന്നത്. അഭിലാൽ, ഈ ഓടയും കോൺഗ്രസ് ഓഫീസും ഒക്കെ അടുത്തടുത്താണോ, അതോ ഇത് പല പല സ്ഥലത്തുള്ള സംഭവങ്ങളെല്ലാം വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറുന്നതാണോ? രതീഷ്, മന്ത്രി വീണ ജോർജിൻ്റെ ഭർത്താവ് ജോർജ് ജോസഫിൻ്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടവും കോൺഗ്രസ് ഓഫീസും തമ്മിൽ ഒരു 100 മീറ്ററിൻ്റെ വ്യത്യാസം മാത്രമാണുള്ളത്. റോഡിൻ്റെ 2 വശങ്ങളിലായിട്ടാണ് സ്ഥാനം ഉള്ളത്. ഇന്നലെ ജോർജ് ജോസഫാണ് മണ്ഡലം കമ്മിറ്റി ഓഫീസ്, കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റി ഓഫീസ് നിൽക്കുന്ന സ്ഥലം സംബന്ധിച്ച് സംശയങ്ങൾ പ്രകടിപ്പിച്ചത്. ആ ആരോപണം ഇന്ന് ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വിഷയങ്ങളടക്കം വ്യക്തത വരുത്തുന്നതിനായിട്ട് ജില്ലാ കളക്ടറോട് മേഖലയിലെ സ്ഥലം മുഴുവൻ പരിശോധിക്കണം, റീസർവേ നടത്തണമെന്നുള്ള ഒരാവശ്യം മുന്നോട്ട് വയ്ക്കുകകൂടിയാണ് CPM. അതേസമയം തന്നെ കോൺഗ്രസ് ഉയർത്തിയിരിക്കുന്ന ആക്ഷേപം, അതായത് ജോർജ് ജോസഫിൻ്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന് മുൻവശത്ത് ഓട റോഡിലേക്ക് ഇറക്കി എന്നുള്ള കോൺഗ്രസ് ആക്ഷേപത്തെ രാഷ്ട്രീയമെന്നുള്ള പക്ഷത്ത് നിന്നുകൊണ്ട് തന്നെ CPM-നെ തള്ളിക്കളയാം. അതേസമയം തന്നെ ജില്ലാ കമ്മിറ്റി അംഗവും കൊടുമൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടുള്ള KK ശ്രീധരൻ കൂടി ഇടപെട്ടുകൊണ്ടാണ് ഓട നിർമ്മാണം തടസ്സപ്പെടുത്തിയത് എന്നുള്ളത് CPM കേന്ദ്രങ്ങളെ ആകെ വിട്ടിലാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ജോർജ് ജോസഫിനെതിരെ പരസ്യമായ ആക്ഷേപം അയാൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ വഴിതിരിച്ചു വിടാൻ ശ്രമം നടത്തുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് KK ശ്രീധരൻ്റെ പ്രതികരണത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതേസമയം തന്നെ പ്രതികരണം വശപ്പിശകാണ് എന്നുള്ള സൂചനകളെ തുടർന്ന് CPM-ന്റെ ജില്ലാ നേതൃത്വം കൂടി ഇടപെട്ടുകൊണ്ട് കൂടുതൽ പ്രതികരണത്തിലേക്ക് പോകരുത് എന്നുള്ള നിർദ്ദേശം KK ശ്രീധരൻ നൽകിയ പശ്ചാത്തലത്തിൽ അദ്ദേഹം ഇന്ന് പൂർണ്ണമായ മൗനം തുടരുകയാണ്. എന്തായാലും കോൺഗ്രസിൻ്റെ രീതിക്കനുസരിച്ച്, ആശയത്തിനനുസരിച്ച് KK ശ്രീധരൻ പോയത് അദ്ദേഹത്തെ വെട്ടിലാക്കിയിരിക്കുകയാണെന്നതിൻ്റെ സൂചന കൂടി ജില്ലാ നേതൃത്വം പങ്കുവയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയം ഗൗരവകരമായി പരിശോധിക്കുമെന്നുള്ളതാണ് ഔദ്യോഗികമായി ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കുന്നത്.